എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് UAEയിലെ വാറ്റിനെ കുറിച്ചിട്ടാണ്. പലർക്കും ഒരു കോമൺ ഡൗട്ട് ഉണ്ട്, മിസ്റ്റേക്ക് ഇല്ലാണ്ട് വാറ്റ് എങ്ങനെ ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ വാറ്റിൻ്റെ സ്റ്റേറ്റസ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നമ്മൾ വാങ്ങുന്ന കൺസ്യൂമബിൾസിന് പേ ചെയ്യുന്ന ടാക്സിനെയാണ് നമ്മൾ വാറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമേഴ്സ് അല്ലാതെ അടയ്ക്കേണ്ടത്, ബിസിനസ്സുകളാണ് ഗവൺമെൻറ്റിലേക്ക് ആ ടാക്സ് അടയ്ക്കേണ്ടത്. നിലവിൽ UAEയിൽ 5% വാറ്റും 0% വാറ്റും എക്സംപ്റ്റുമാണ് ഉള്ളത്. ഇനി എന്താണ് സെയിൽസിലെ 5% വാറ്റ് എന്ന് നോക്കാം. UAEയിൽ നിങ്ങളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കസ്റ്റമറിന് സെൽ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ് സപ്ലൈ ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസിൽ 5% വാറ്റ് ആഡ് ചെയ്യണം. അതാണ് സെയിൽസ് വാറ്റ്. അടുത്തത് സെയിൽസ് 0% എന്താണെന്ന് നോക്കാം. UAEയിലെ ചില സപ്ലൈസിന് വാറ്റ് റേറ്റ് 0% ആണ്. അത് പ്രോഡക്ട്സ് ആയാലും സർവീസസ് ആയാലും നമ്മൾ കസ്റ്റമേഴ്സിന് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ വാറ്റ് ചാർജ് ചെയ്യേണ്ടതില്ല. പക്ഷേ ഇതൊരു ടാക്സബിൾ സപ്ലൈ ആണ്. അത് വാറ്റ് റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന്, ഇത് നമുക്ക് ഇൻപുട്ട് വാറ്റ് ക്ലെയിം ചെയ്യാൻ കഴിയുമെന്നത് തന്നെയാണ്. അതിനാൽ വാറ്റ് ചാർജ് ചെയ്യാത്ത സപ്ലൈകൾ പോലും നമ്മൾ സിസ്റ്റത്തിൽ ശരിയായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഏതൊക്കെ സർവീസസിനാണ് സെയിൽസ് 0% ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നതെന്ന് നോക്കാം. UAEയിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ UAEക്ക് പുറത്തുള്ള ക്ലയൻസിന് നമ്മൾ സർവീസസ് നൽകുകയോ ചെയ്യുന്ന സമയത്ത്, അതുപോലെ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് പാസഞ്ചേഴ്സ് ആൻഡ് ഗുഡ്സ്, ചില എഡ്യൂക്കേഷൻ സർവീസസ്, അതുപോലെ തന്നെ ചില ഹെൽത്ത് കെയർ സർവീസസ്, അതേപോലെ തന്നെ നമ്മുടെ പുതിയതായിട്ട് കൺസ്ട്രക്ട് ആയിട്ടുള്ള റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയുടെ ഫസ്റ്റ് സപ്ലൈയിൽ, ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡ് പ്രഷ്യസ് മെറ്റൽസ്, ഇവയിലൊക്കെയാണ് സെയിൽസ് 0% വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് വാറ്റ് ചാർജ് ചെയ്യേണ്ടതില്ല. പക്ഷേ ഇൻപുട്ട് വാറ്റ് ക്ലെയിം ചെയ്യാൻ കഴിയുന്ന സപ്ലൈസ് ആണിത്. അടുത്തത് നമുക്ക് എക്സംപ്റ്റ് സപ്ലൈസിലേക്ക് വരാം. UAEയിലെ ചില സപ്ലൈസിന് വാറ്റ് ചാർജ് ചെയ്യേണ്ടതില്ല. അതാണ് എക്സംപ്റ്റ് സപ്ലൈസ്. പക്ഷേ ഇതിനൊരു മേജർ ഡിഫറൻസ് ഉണ്ട്. സെയിൽസ് 0% പോലെ അല്ല എക്സംപ്റ്റ് സപ്ലൈസിൽ ഇൻപുട്ട് വാറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ്സിൽ വാറ്റ് പെയ്ഡ് ബിൽസ് ഉണ്ടെങ്കിലും ക്ലെയിം ചെയ്യാൻ എലിജിബിലിറ്റി ഇല്ല. ഇത് UAE വാറ്റ് ലോയിൽ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനാൽ സപ്ലൈ കാറ്റഗറി മനസ്സിലാക്കുന്നതും വാറ്റ് പ്ലാനിങ്ങിലും കോസ്റ്റിങ്ങിലും വളരെ പ്രധാനമാണ്. ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നതൊക്കെയാണ് എക്സംപ്റ്റ് സപ്ലൈസിൽ വരുന്നത്. അപ്പം ഈ സപ്ലൈസിനൊന്നും നമുക്ക് വാറ്റ് ചാർജ് ചെയ്യാനും പറ്റില്ല, നമുക്ക് ഇൻപുട്ട് വാറ്റ് ക്ലെയിം ചെയ്യാനും പറ്റില്ല. ഇപ്പൊ എന്താണ് RCM? ഇത് വാറ്റ് റിട്ടേൺസിൽ ഒരു റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ജസ്റ്റ് ഞാൻ ഇതിലൊന്ന് മെൻഷൻ ചെയ്ത് പോവുകയാണ്. നോർമലി വാറ്റ് സപ്ലയർ ആണ് കസ്റ്റമേഴ്സിന് ചാർജ് ചെയ്യുന്നത്. ഇൻവോയ്സിൽ വാറ്റ് ആഡ് ചെയ്ത് കളക്ട് ചെയ്തത് സപ്ലയർ തന്നെ. പക്ഷേ ചില സ്പെസിഫിക് സിറ്റുവേഷൻസിൽ ഈ വാറ്റ് ചാർജ് ചെയ്യേണ്ട ഉത്തരവാദിത്തം സപ്ലയറിൽ നിന്നും കസ്റ്റമേഴ്സിലേക്ക് മാറും. അതാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. ഇവിടെ കസ്റ്റമർ തന്നെ വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, വാറ്റ് റിട്ടേണിൽ റിപ്പോർട്ട് ചെയ്യണം, അതുപോലെ തന്നെ ഗവൺമെന്റിന് റെമിറ്റും ചെയ്യണം. ഇത് UAEയിലെ ഇമ്പോർട്ട് സർവീസസ്, സർട്ടൻ ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് സോൺസിൽ നിന്നുള്ള സപ്ലൈകൾക്ക് റെലവെന്റ് ആണ്. ഇനി വാറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ പ്രൈസ് വാറ്റ് എക്സ്ക്ലൂസീവ് ആണോ ഇൻക്ലൂസീവ് ആണോ എന്നനുസരിച്ച് കാൽക്കുലേഷൻസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആവും. അപ്പം അതിൻ്റെ ഫോർമുല ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് നമുക്ക് വാറ്റ് പ്രോപ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ചുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓരോന്നിനും 2 എക്സാമ്പിൾസ് വീതം കൊടുത്തിട്ടുണ്ട്. ഇൻക്ലൂസീവ് കാൽക്കുലേഷനും എക്സ്ക്ലൂസീവ് കാൽക്കുലേഷനും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇൻ ടേംസ് ഓഫ് വാറ്റ് നമ്മൾ പെർച്ചേസിന് ഇൻപുട്ട് വാറ്റ് എന്നും സെയിൽസിന് ഔട്ട്പുട്ട് വാറ്റ് എന്നുമാണ് പറയുന്നത്. പേയബിൾ വാറ്റ് കണ്ടുപിടിക്കുന്നത് ഔട്ട്പുട്ട് വാറ്റ് മൈനസ് ഇൻപുട്ട് വാറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ക്വാർട്ടറിൽ നമ്മൾക്ക് എത്രയാണ് പേയബിൾ ഉള്ളതെന്ന് മനസ്സിലാകുന്നത്. ചില സാഹചര്യങ്ങളിൽ ഇൻപുട്ട് വാറ്റ് ഔട്ട്പുട്ടിനേക്കാളും കൂടുതലാകുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് ടാക്സ് പേയബിൾ ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു റീഫണ്ട് ആയിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. ആ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് നമ്മുടെ FTA പോർട്ടലിൽ ഫണ്ട്സ് അവൈലബിൾ ആയിട്ട് കിടക്കും. വാറ്റ് കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്സ് ആണ് വാറ്റിൽ ഇൻക്ലൂസീവ് പ്രൈസ് തെറ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, 0 റേറ്റഡും എക്സംപ്റ്റ് സപ്ലൈസ് മിക്സപ്പ് ആയി പോവുക, RCM ഇഗ്നോർ ആയി പോവുക, പ്രോപ്പർ ടാക്സ് ഇൻവോയ്സ് ഇല്ലാണ്ട് ഇൻപുട്ട് വാറ്റ് ക്ലെയിം ചെയ്യുക, പേഴ്സണൽ എക്സ്പെൻസ് ക്ലെയിം ചെയ്യുക, ഇതൊക്കെ. അപ്പോൾ ഓരോ ഇൻവോയ്സും നമ്മൾ എടുക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ സപ്ലൈസ് ഒക്കെ കാറ്റഗറൈസ് ചെയ്ത് നോക്കുക, പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ചെയ്യുക, വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് റീകൺസൈൽ ചെയ്ത് FTA ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നോക്കിയതിന് ശേഷം മാത്രം ടാക്സ് സബ്മിറ്റ് ചെയ്യുക. ടാക്സ് കാൽക്കുലേഷന്റെ ബേസിക് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഇത്രയാണ്. ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും നമ്മൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.